നമസ്കാരം. സൗമ്യ വധക്കേസ് പ്രതിയും കൊടും കുറ്റവാളിയുമായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടി. ഇയാൾ സൗമ്യ കൊലക്കേസിലെ പ്രതിയാണ്. ഗോവിന്ദച്ചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയത് എന്നാണ് നിഗമനം. സഹതടവുകാരെ ചോദ്യം ചെയ്തു വരികയാണ്. സമീപത്തെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ചരക്ക് വാഹനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. അയൽ സംസ്ഥാനങ്ങളിലേക്കും കൊടും കുറ്റവാളിക്കായി വിവരം കൈമാറിയിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരാളെ പോലെ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ചായിരുന്നു സൗമ്യയെ ക്രൂരമായി പീഡിപ്പിച്ച് ഇയാൾ കൊലപ്പെടുത്തിയത്. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ബലാത്സംഗത്തിന് നൽകിയ ജീവപര്യന്തം തടവുൾപ്പെടെ കീഴ്ക്കോടതിയുടെ മറ്റ് ഉത്തരവുകൾ മുഴുവൻ നിലനിൽക്കുമെന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു.